Hi friends, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡബിൾ ലെയർ ടോപ്പായിട്ടാണ്. ഇത് വളരെ എളുപ്പമാണ് ഈ ഒരു ടോപ്പ് തയ്ക്കാൻ. ഇതിന് മുന്നേ ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇത് ഞാൻ തയ്ക്കുന്നത് കുറച്ച് തുണി വെച്ചിട്ട്, അതായത് 1.25 മീറ്റർ തുണി വെച്ചിട്ടാണ് ഈ ഒരു ടോപ്പ് തയ്ക്കണേ കേട്ടോ. ആദ്യം തുണീനെ ഇതുപോലെ രണ്ടാക്കി മടക്കാം. അതിനുശേഷം ഇതിന് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കാണ്. ഇതുപോലെയാണ് നമ്മൾ ഡബിൾ ലെയർ ടോപ്പ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യം ഒരു ലെയറാണ് കട്ട് ചെയ്യണത്. ഇവിടെ ഓപ്പണിങ്ങും ഇത് ഫോൾഡ് സൈഡാണ് വരണത്. അടങ്ങിയ ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു തുണീനെ വയ്ക്കുക. എന്നിട്ടാണ് നമ്മൾ ഷോൾഡറും നെക്കൊക്കെ മാർക്ക് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഷോൾഡർ വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ടേപ്പ് വയ്ക്കുമ്പോൾ 5.5 ഇഞ്ച് കിട്ടുന്നത് അത് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇവിടെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഇനി ഇവിടെ നിന്ന് വേണം നമ്മൾ നെക്കിൻ്റെ വീതി, അത് 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇവിടുത്തെ നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് വേണം നിങ്ങളിത് മാർക്കിങ് ചെയ്യേണ്ടത്. അത് തെറ്റിപ്പോകരുത്. ആ ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, എല്ലാം ഫോൾഡ് ചെയ്ത ഭാഗവും ആ വശത്തു നിന്ന് വേണം നെക്ക് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു യു ഷേപ്പ് കൊടുക്കുകയാണ്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 24 ഇഞ്ചാണ്. അതിൻ്റെ 4/1 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി കൈക്കുഴി വരുന്നത് 5.5 ഇഞ്ചാണ്. അത് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ ഈ തുണീനെ കറക്റ്റായിട്ട് ഇതുപോലെ വയ്ക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഇനി ഇവിടെ കൈക്കുഴിക്ക് ഷേപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 ലെയറാണ് കിട്ടുന്നത്, ഫ്രണ്ടും ബാക്കിൽ. അതങ്ങനെ ഒരു ലെയർ. ഇനി ഇവിടുത്തെ ലെങ്ത് എടുക്കുന്നത് 14 ഇഞ്ചാണ്, തയ്യൽ തുമ്പ് അടക്കം. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്യാം. നമ്മൾ അടിയിൽ വേറെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് ലെങ്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പം ഇത് ലെങ്ത് കുറവാണത്. അപ്പം ഇവിടെ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊണ്ടുവരാം. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാണ്ട് ഇതുപോലെ ടേപ്പ് ഇങ്ങനെ നമ്മൾ അംബ്രല്ല സ്കേർട്ട് കട്ട് ചെയ്യല്ലോ, അതുപോലെ നിങ്ങൾ ടേപ്പ് വയ്ക്കണം. ഇനി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 ലെയറാണ് കിട്ടുന്നത്, ഫ്രണ്ടിലും ബാക്കിലും ഒരു ലെയർ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഒരു ലെയറും കട്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഡബിൾ ലെയറായിട്ട് കിട്ടുന്നത്. അടുത്ത ലെയർ കട്ട് ചെയ്യാനുള്ള തുണി എടുക്കുക. എന്നിട്ട് ഇതിനെ ഇതുപോലെ തന്നെ രണ്ടാക്കി മടക്കിയിട്ട് കോണായിട്ട് മടക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പിന് ലെങ്ത്ത് കുറവായിരിക്കും. ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഫ്രണ്ട് പീസിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസിൽ വരുന്ന തുണി എപ്പോഴും ഇറക്കം കുറവും, ഏറ്റവും അടിയിൽ വരുന്ന പീസ് ഇറക്കം കൂടുതലും. അങ്ങനെയാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ ടോപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ മടങ്ങിയ ഭാഗത്ത് ഈ ഒരു ടോപ്പ് വയ്ക്കേണ്ടത്. എന്നിട്ട് എല്ലാ മാർക്കിങ്സ്, അതായത് ഷോൾഡർ, കൈക്കുഴി കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ 11 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ആ സെയിം ലെങ്ത്തിൽ മാർക്ക് ചെയ്യരുത്, കാരണം നമ്മൾ ഇതായിട്ടാണ് ഫസ്റ്റ് ലെയർ ആയിട്ട് എടുക്കുന്നത്. ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ചുറ്റും 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആദ്യം നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അതുപോലെ തന്നെ നമ്മൾ ചുറ്റും ടേപ്പ് വെച്ച് മാർക്ക് ചെയ്യാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ടോട്ടൽ 4 ലെയറാണ് ഈ ഒരു ടോപ്പിന് വരുന്നത്. ഇത് ഫ്രണ്ട് ഭാഗവും ഇത് ബാക്ക് വശമാണ്. ഇത് ബാക്ക് സൈഡിൽ വരുന്ന ലെയർ, ഏറ്റവും അടിയിൽ വരുന്ന ലെയർ ഉണ്ടല്ലോ ഇറക്കം കൂടിയത്, ആ ഭാഗമാണ് കേട്ടോ അത്. ഇതിൻ്റെ നെക്ക് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനെയാണ് ഞാൻ F1 എന്ന് കൊടുത്തേക്കുന്നത്. ഇനി ബാക്കിലെ നെക്കിൻ്റെ ഇറക്കമാണ് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഷേപ്പ് കൊടുക്കാം.
ഇത് ടോപ്പിൻ്റെ ലെങ്ത്ത് കൂടിയ ഭാഗം, അതാണ് 1 എന്നിരിക്കുന്നത്. ഇത് ടോപ്പിൻ്റെ ലെങ്ത്ത് കുറഞ്ഞ ലെയർ, അത് 2 എന്നിരിക്കുന്നു. അപ്പം അങ്ങനെ 4 ലെയറാണ് ഉള്ളത്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ലെയർ എടുക്കാം, ഇറക്കം കൂടിയ ഭാഗത്ത് കേട്ടോ. അതിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ രണ്ടാമത്തെ ലെയറിൻ്റെ ഫ്രണ്ടും ബാക്കിൻ്റെയും നല്ല വശം ചേർത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഈ പീസിൻ്റെ ഇറക്കം കുറവാണ്, ഇതായിരിക്കും ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട്, അതായത് നല്ല വശത്തായിട്ട് ഈ ഒരു പീസ് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് ആ രണ്ട് ഷോൾഡറും ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഞാൻ കറക്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിൽ ഞാൻ ഇതുപോലെ ഒരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട് ബട്ടൺസ് വയ്ക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഇതുപോലെ ലൈൻ വരച്ചിട്ടൊരു വി ഷേപ്പ് കൊടുക്കും. ഇനി ഇവിടെ നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ബാക്ക് നെക്കിൽ ഇതുപോലെ കൊണ്ടുവരാം, ഫ്രണ്ട് നെക്കിൽ ഇതുപോലെ തന്നെ കൊണ്ടുവരാം. ആം ഹോള് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇത് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഷോൾഡർ കറക്റ്റായിട്ട് ജോയിൻ ആവണം ഇതുപോലെ വയ്ക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ ആ വി ഷേപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തുണീനെ ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിടാണ്. ഇതുപോലെ ഇതിൻ്റെ മുകളിലുള്ള തുണി ഇതിനുള്ളിലേക്ക് ഇതുപോലെ നിങ്ങൾ വയ്ക്കാം. അപ്പോഴാണ് നമുക്കത് കറക്റ്റ് നല്ല സൈഡിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്കിൻ്റെ ഇവിടെ ഇതുപോലെ ഇതിനെ പതിച്ചൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. ആം ഹോളിൻ്റെ ഭാഗം എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആ ഒരു സൈഡിലുള്ള തുണീനെ ഇതുപോലെ റോൾ ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ലെയർ എടുത്തിട്ട് ഇതുപോലെ വയ്ക്കുക ഓപ്പോസിറ്റ് സൈഡിൽ. എന്നിട്ട് ആ ലെയറിന് ഇതുപോലെ താഴേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ രണ്ട് പീസിൻ്റെയും നല്ല വശം നമുക്കിതുപോലെ കിട്ടും. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ കൈക്കുഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ 2 ലെയർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യണത്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട, പൈപ്പിംഗ് കൊടുത്താൽ മതി, അങ്ങനെയും ചെയ്യാം. പൈപ്പിംഗ് കൊടുക്കണമെങ്കിൽ ഇച്ചിരി കൂടി എളുപ്പം വരിക. ഇതൊരു വേറൊരു മെത്തേഡാണ്. ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. പിന്നെ ആ ഒരു സൈഡാണ് അടിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം റോൾ ചെയ്ത് ഇതുപോലെ കൊണ്ടുവരാം. അതിന് ശേഷം ഈ തുണീനെ ഇതുപോലെ ഇടാണ്. അപ്പോൾ ഈ ഒരു സൈഡിലത്തെ സ്ലീവും ആ ഒരു സൈഡിലത്തെ സ്ലീവും അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സൈഡ് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഇതുപോലെ കൊണ്ടുവരാണ്. അപ്പോൾ ഇവിടെ 2 ആം ഹോളും നെക്കും ബാക്ക് സൈഡൊക്കെ കറക്റ്റായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി 2 സൈഡും നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇനി അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടുത്തെ ആം ഹോളിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചാണ്. അത് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 2 പോയിൻറ്റ്സ്, നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത 2 പോയിൻറ്റ്സ് ഇതുപോലെ തുണീനെ കൊണ്ടുവരാം. അതായത് നല്ല വശം ചേർത്ത് ഇതുപോലെ വയ്ക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ ഇതെങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതുപോലെ തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്യണമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത ആം ഹോളിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ 5.5 ഇഞ്ച്, അതിനായിട്ട് ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഈ ടോപ്പിൻ്റെ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡും തുണീനെ ഇതുപോലെ എടുത്തിട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം. ഇവിടെ ഞാൻ പകുതി വരെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം ഓപ്പണിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴേക്കുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തത് കാണും. അപ്പോൾ അതുകൊണ്ടാണ് പകുതി വരെ ഏറ്റവും അടിയിലത്തെ ലെയർ പകുതി വരെ അടിച്ച് നിർത്തിയേക്കണത്. അതിനി ഇങ്ങനെ അടിക്കണം ഞാൻ കാണിക്കാം. ഏറ്റവും അടിയിലത്തെ ലെയറിന് ഇതുപോലെ കൊണ്ടുവന്നിട്ട്
നല്ല വശം ചേർത്തിട്ട് ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ടോപ്പ് ഇങ്ങനെ കിടക്കുമ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണില്ല. അതിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ചെയ്യണതായിരിക്കും നല്ലത്. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇതുപോലെയാണ് അത് വരണത്. അപ്പോൾ റോങ് സൈഡിൽ ഇതുപോലെ സ്റ്റിച്ചിങ് വരും. അതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റിച്ചിങ് വരും. കണ്ടല്ലോ? അതുപോലെ തന്നെയാണ് രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് വേറെ പീസ് വെച്ച് കൊടുക്കാൻ പോവാണ്. ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ അടിയിൽ വേറെ പീസ് വെക്കാൻ പോവാണ്. താഴെ വെക്കാൻ വേണ്ടി ഒരു 4.5 ഇഞ്ച് വീതിയുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കാം. നിങ്ങളൊരു 2 മീറ്റർ തുണി എടുക്കുകയാണെങ്കിൽ നല്ല കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ടോപ്പ് തയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ 1.25 മീറ്റർ എടുത്തുകൊണ്ടാണ് താഴെ ഇതുപോലെ ഒരു പീസ് വയ്ക്കുന്നത്. ഈ ഫ്രണ്ട് ലെയറിൽ ഞാൻ സിക്സാഗ് ചെയ്തിട്ടുണ്ട്. ഇനി അടിഭാഗത്താണ് നമ്മൾ ആ ലെയർ വയ്ക്കുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. കൂടുതൽ തുണി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ അടിയിൽ പീസ് വരില്ല. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ നെക്കിൻ്റെ ഇവിടെയായിട്ട് ചെറിയൊരു എംബ്രോയിഡറി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയില്ലേ ഈ ഒരു ടോപ്പ് കാണാൻ. അപ്പോൾ ജീൻസിനും സ്കേർട്ടിനൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പ് തയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പ്ലെയിൻ ക്രേപ്പ് തുണിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോർജറ്റ് ഫാബ്രിക് എടുത്തിട്ട് ഈ ഒരു പാറ്റേണിൽ തന്നെ ചെയ്യാം. അപ്പോൾ മാക്സിമം നിങ്ങൾ 1.25 2 മീറ്റർ എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് താഴെ ഇതുപോലെ പീസുകൾ വയ്ക്കാണ്ട് നല്ല കറക്റ്റായിട്ട് കിട്ടും.